തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ CPM മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ ഹിസാന. ഫാത്തിമ ഹിസാനയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കൊപ്പവും ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പവും നമുക്കൊപ്പം ചേരുകയാണ് ഫാത്തിമ ഹിസാന. ഫാത്തിമ 21 വയസ്സാണ്. ഇങ്ങനെയുണ്ട്, എക്സൈറ്റ്മെൻറ്റിലാണ്? അല്ല, എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എക്സൈറ്റ്മെൻറ്റിനപ്പുറം നമുക്ക് പ്രവർത്തനമാണ് വലുതല്ലേ. നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. അപ്പോൾ നമുക്കൊരു വിജയ പ്രതീക്ഷയാണ് അവിടെ. എപ്പോഴും മുതൽ SFI പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്? ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതൽ SFIക്കാരിയാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ പ്രവർത്തനം തുടങ്ങി. പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്കൂളിനകത്ത്, അത് കഴിഞ്ഞ് +1 +2 സ്കൂൾ ചെയർപേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ SFIയുടെ ഏരിയ പ്രസിഡൻ്റായി. ഇനി എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടോ? യുവത്വങ്ങളുടെ യുവതലമുറയ്ക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്ക് ഞാൻ ചോദിച്ചറിയും. എന്നിട്ട് അവരുടെ ആവശ്യാനുസരണം എന്താണോ അവിടെ നടപ്പിലാക്കാൻ വേണ്ടത്. എന്തായാലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഹിസാന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി വി ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഇങ്ങനെ വളരെ ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥികളാണ്. പ്രായമായിട്ടുള്ളവരാണെങ്കിലും ചുറുചുറുക്കുണ്ട്, യുവാക്കളാണെങ്കിലും അതിനപ്പുറം ചുറുചുറുക്കുള്ളവരാണ്. എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുള്ളത്. നന്നേ ചെറുപ്പമുള്ള ഫാത്തിമയെ പോലുള്ള ആളുകളുണ്ട്, വളരെ പ്രായമുള്ള ആളുകളുണ്ട്, അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്. എല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ പാനൽ എന്ന് പറയുന്നത്. അത് ജനങ്ങൾ കൃത്യമായിട്ട് അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു മികച്ച വിജയം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തിരുവനന്തപുരം സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനൊപ്പം എപ്പോഴും ഉറച്ചു നിന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അതുതന്നെയായിരിക്കും. ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടും തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല. കാരണം ഏത് വീട്ടിലും ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു നല്ല നിലപാടാണ് ഇടതുപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ഏത് വീട്ടിലും ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഗുണപ്രദമാകും. 28 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കാണ് LDF ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അതിൽ 21 CPM മത്സരിക്കുന്നത്. മറ്റ് 4 CPIയും ജനതാദൾ, ഒപ്പം തന്നെ RJD, കേരള കോൺഗ്രസ് എന്നിവർ ഓരോ സീറ്റിലുമാണ് മത്സരത്തിന് ഉണ്ടാവുക. എന്തായാലും ആ പ്രഖ്യാപനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നു മുതൽ തന്നെ ഇവരെല്ലാം പൂർണ്ണ സജ്ജരായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്